ഇന്ന് ഞങ്ങളുള്ളത് മാളിക്കുന്ത വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി മക്കളുമാണ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. മദ്രസൊക്കെ ലീവാക്കി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രിന്റെ ഞങ്ങളെ ദുബായിക്ക് പോവാണ്. അപ്പൊ ഇതിനും വേണ്ടിയിട്ടാണ് എല്ലാരും കൂടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഉച്ചക്ക് നാത്തൂന്റെ വീട്ടിൽ നിന്ന് നാത്തൂന്റെ ഉമ്മയും ഉപ്പയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്മാക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഒരുക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ മഴയൊക്കെ പെയ്ത് തോട്ടിന് നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കള് തോട് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തോട് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് അങ്ങനെ തോടൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോ ഇങ്ങനെ ഇമ്മത ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോ ഉമ്മമാരുടെ ജോലികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാത്തൂന്റെ ഉമ്മയും വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പൊന്നാനിന്ന് ബൈക്കുമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇടക്ക് മഴയൊക്കെ പെയ്തിട്ട് അവർ അവിടെ ഇവിടേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് വീട്ടിൽ വന്നിട്ട് ഓല് വന്ന് കയറിയൊക്കെ ഞങ്ങൾ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം ഒരുപാടായതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഞങ്ങൾ ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൽക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ മക്കൾസിനും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓല് ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ചേരം ഇരുന്ന ആ ടൈമിൽ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അനിയനെ ഇറങ്ങുന്ന ടൈമിലാണ് ഓല് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാത്രി 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ ആ ഒരു നേരത്തെ ഇത്രയും ലോങ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞൊക്കെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഓല് കേട്ടിട്ടുണ്ടായിരുന്നു. ഓൾ അനിയത്തിനെ അവിടെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് ഓല് പോന്നിക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ ഓല് അങ്ങനെ പോയിട്ടുണ്ട്. ഓല് വന്നപ്പോൾ അനിയന് കൊണ്ടുപോകാനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിത് സ്പെഷ്യലാന്ന് പറഞ്ഞ കുറെ ബേക്കറി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഐസ്ക്രീമും നല്ല ഫ്രഷ് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ കൊണ്ടുവന്നത് കൂന്തളായി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അനിയന്റെ ബാഗൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവന്റെ ബാഗിക്ക് ഞങ്ങൾ തന്നെ ഇവിടുന്ന് കുറെ ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും പാടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ അവൻ കുറച്ച് ബേക്കറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ 12 മണിയായപ്പോൾ ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മി അനിയത്തി നാത്തൂനൊക്കെ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ എയർപോർട്ടിൽ പോയിട്ട് ഈ ഒരു സമയത്ത് എത്ര കരയണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ കരഞ്ഞു പോകും. ഈ ഒരു രംഗം വീണ്ടും കാണാൻ വയ്യാത്തട്ടാണ് ഞാൻ ഓളുടെ കൂടെ പോവായിരുന്നത്. അപ്പൊ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്മായിനോട് യാത്ര പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ടാറ്റാ.